ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ശാന്തിക്കാരനായിരുന്ന നന്മണി നമ്പൂതിരിക്ക് ഒരിക്കൽ അപ്രതീക്ഷിതമായി ഒരിടം വരെ പോകേണ്ടി വന്നു. അടിയന്തര പ്രാധാന്യമുള്ള ആ യാത്ര പുറപ്പെടുന്നതിനു മുൻപ് ഭഗവാന് നിവേദ്യം സമർപ്പിക്കേണ്ട സമയം അടുത്തതുകൊണ്ട് അദ്ദേഹം തന്റെ ഓമനമകനായ 12 വയസ്സുകാരൻ ഉണ്ണിയെ ആ ചുമതലയേൽപ്പിച്ചു. ഉണ്ണിക്ക് ഭഗവാനോടുള്ള സ്നേഹത്തെക്കുറിച്ചും നിഷ്കളങ്കമായ മനസ്സും അച്ഛൻ നന്നായി അറിയാമായിരുന്നു. അച്ഛൻ പോയപ്പോൾ ഉണ്ണി അതിയായ ഭക്തിയോടെ ശ്രീകോവിലിന് മുന്നിലെത്തി. കണ്ണുകളടച്ച് കൈകൂപ്പി മനസ്സുരുകി അവൻ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചു. ഗുരുവായൂരപ്പ, അങ്ങയുടെ ഇഷ്ടനിവേദ്യമാണിത്, കൈക്കൊള്ളേണമേ എന്ന് അവൻ മന്ത്രിച്ചു. എന്നാൽ അവന്റെ കുഞ്ഞുമനസ് പ്രതീക്ഷിച്ച പോലെ വിഗ്രഹം അനങ്ങിയില്ല. ഭഗവാൻ നിവേദ്യം സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ പിഞ്ചുഹൃദയം വേദനിച്ചു. ഭഗവാന് പുളിശ്ശേരിയും ഉപ്പിലിട്ട മാങ്ങയും വളരെ ഇഷ്ടമാണെന്ന് ഉണ്ണി കേട്ടിരുന്നു. അവ എങ്ങനെയോ സംഘടിപ്പിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന നിവേദ്യത്തിൽ കലർത്തി അവൻ വീണ്ടും സമർപ്പിച്ചു. ഭഗവാനെ, ഇത് അങ്ങ് കഴിച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ ശകാരിക്കും. അങ്ങ് വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം, അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. പക്ഷേ എന്നിട്ടും വിഗ്രഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവന്റെ കുഞ്ഞു ഹൃദയം വിങ്ങിപ്പൊട്ടി. അച്ഛൻ എന്നെ തല്ലുമല്ലോ, ഭഗവാനെ, അങ്ങ് എന്താണ് ഇത് സ്വീകരിക്കാത്തത്? അവൻ വിതുമ്പി. അവന്റെ കണ്ണുനീർ നിലത്ത് വീഴാൻ തുടങ്ങി. ആ നിമിഷം ഉണ്ണിയുടെ നിഷ്കളങ്കമായ ഭക്തി കണ്ടില്ലെന്ന് നടിക്കാൻ ഭഗവാന് കഴിഞ്ഞില്ല. കാരുണ്യവാനായ ഗുരുവായൂരപ്പൻ നിവേദ്യം അത്ഭുതകരമായി അപ്രത്യക്ഷമാക്കി. യാത്ര കഴിഞ്ഞെത്തിയ നന്മണി നമ്പൂതിരി നിവേദ്യപാത്രം കാലിയായി കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ചുപോയി. തന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമായ ഉണ്ണി വിശപ്പടക്കാൻ നിവേദ്യം കഴിച്ചതാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. സ്നേഹവും സങ്കടവും ദേഷ്യവും ഒരുമിച്ച് നിറഞ്ഞൊഴുകിയ ആ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ കൈ ഉണ്ണിയെ അടിക്കാനായി ഉയർന്നുവന്നു. എന്നാൽ ആ കൈ അവന്റെ നിഷ്കളങ്കമായ മുഖത്ത് പതിക്കുന്നതിനു മുൻപേ ക്ഷേത്രമാകെ ഒരു അശരീരി മുഴങ്ങി. ആകാശഗംഗയിൽ നിന്ന് ഭക്തിയുടെ തേന്മഴ പോലെ ഒരു ശബ്ദം: ഞാനാണ് കുറ്റവാളി, ഉണ്ണി നിരപരാധിയാണ്. അത് മറ്റാരുടേതുമായിരുന്നില്ല, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തിന്റെ ശബ്ദമായിരുന്നു. ആ നിമിഷം നന്മണി നമ്പൂതിരിയുടെ മനസ്സിൽ ഭക്തിയുടെ ഒരു മഹാസാഗരം അലതല്ലി. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ഈ സംഭവം ഭഗവാന് തന്റെ ഭക്തരോടുള്ള, പ്രത്യേകിച്ച് നിഷ്കളങ്കമായ മനസ്സുകളോടുള്ള അളവറ്റ സ്നേഹം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. നന്മണി ഉണ്ണിയുടെ കഥ ഭക്തിയുടെ ആഴവും വിശ്വാസത്തിന്റെ ശക്തിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവാന് പ്രിയങ്കരം ആത്മാർത്ഥമായ ഭക്തി മാത്രമാണ്. ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തരുടെ കൂടെയുണ്ടെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു.